Hi everyone, this is Abin from everything you want to know about Apple. അങ്ങനെ നമ്മുടെ iOS 15.4ൻ്റെ RC വേർഷൻ റിലീസ് ആയിരിക്കുകയാണ്. ഇത് ഏകദേശം വന്നിരിക്കുന്നത് 4.57 GB ഐഫോൺ 7 പ്ലസിൽ. അത് പല ഡിവൈസിലും പല സൈസ് ആയിരിക്കും. അത് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.4 RC റിലീസ് ചെയ്യുന്നുണ്ട്, WatchOS 8.5 RC റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 15.5 RC റിലീസ് ചെയ്തിട്ടുണ്ട്, HomePodOS 15.4 RC റിലീസ് ചെയ്യുന്നുണ്ട്, macOS 12.3 RC റിലീസ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ഇന്നലെ ആപ്പിൾ ഇവൻറ്റിലിറങ്ങിയ എല്ലാ കാര്യവും, ലീക്സും റൂമേഴ്സും ഡൗട്ട്സും എല്ലാ കാര്യവും ഞാൻ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും എളുപ്പത്തിന് പെട്ടെന്നും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ പെട്ടെന്ന് അപ്ഡേറ്റഡ് ആവണം, കാര്യങ്ങൾ ചോദിക്കണം, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താലും മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ മെമ്പറായിട്ട് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ തുറക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സെറ്റിങ്സിൽ പോവാം, ജനറൽ ടാപ്പ് ചെയ്യുക, എബൌട്ട്സ്, സോഫ്റ്റ്വെയർ വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 19E241 എന്ന്. അതായത് ഇതൊരു സ്റ്റേബിൾ അപ്ഡേറ്റ് ആണ്. ഇതിലെന്തെങ്കിലും ബഗ്, അതായത് RCയിൽ എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് RC റിലീസ് 2 വരുള്ളൂ. അല്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും ഒഫീഷ്യൽ റിലീസായിട്ട് ഇറങ്ങാൻ പോകുന്നത്. പിന്നീട് ഈ ഒരു RC റിലീസിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ ലഭിക്കില്ല. അപ്പോൾ ഏറ്റവും ആദ്യത്തെ അപ്ഡേറ്റ് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ തന്നെയാണ് ഏറ്റവും ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. നമുക്കിനി മുതൽ നമ്മുടെ സെല്ലുലാർ ഡാറ്റ, അതായത് മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് വഴി നമുക്ക് നമ്മുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അത് സ്പെസിഫിക് ആയ ചില കൺട്രികളിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ എനേബിൾഡ് ആണ്. അടുത്ത വന്ന അപ്ഡേറ്റ് നമ്മുടെ വാൾപേപ്പറിലാണ്. നമ്മൾ ഇന്നലെ ആപ്പിൾ ഇറങ്ങിയപ്പോൾ iPhone 13 പുതിയ ഗ്രീൻ കളറിൽ വന്നത് നമ്മൾ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ വാൾപേപ്പേഴ്സ് 13 സീരീസുകൾക്ക് മാത്രമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ലൈവിലും അതേപോലെ സ്റ്റില്ലായിട്ടുള്ള ഗ്രീൻ കളർ വാൾപേപ്പർ, അതായത് ആ ഒരു ഐഫോണിൻ്റെ ഗ്രീൻ കളർ മാച്ച് ചെയ്യുന്ന ഗ്രീൻ കളർ വാൾപേപ്പേഴ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ ഫോൺ 7 പ്ലസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് കാണിക്കാൻ പറ്റാത്തത്. പിന്നീട് നമ്മുടെ iOS 15.4ൻ്റെ ഏറ്റവും വലിയ മെയിൻ അട്രാക്ഷനാണ് ഫേസ് ID വിത്ത് മാസ്ക്. കാരണം iPhone 12 മുതൽ 13 വരെയുള്ള എല്ലാ ഡിവൈസുകൾക്കുമാണ് ഫേസ് ID വിത്ത് മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനുള്ളൂ. ആ ഒരു ഓപ്ഷൻ കുറച്ചും കൂടെ സ്റ്റേബിളായിട്ടും അതേപോലെ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് അൺലോക്ക് ചെയ്യാനും ഉള്ള ആ ഒരു അപ്ഡേഷൻ 15.4ൻ്റെ RCയിൽ വന്നിട്ടുണ്ട്. അടുത്ത വന്ന അപ്ഡേറ്റ് നമുക്ക് 15.4ൽ നമുക്ക് കുറേ അധികം ഇമോജീസ് ലഭിക്കുന്നുണ്ട്. ഏകദേശം 37 ഇമോജീസ്, പുതിയ ഇമോജീസാണ് 15.4ൽ നമുക്ക് കിട്ടുന്നത്. പിന്നീട് അടുത്ത വന്ന ചേഞ്ച് നമ്മുടെ സിറി വോയിസിലാണ്. അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ഇപ്പോൾ അമേരിക്കൻ വെറൈറ്റിയിൽ മാത്രമാണ് ഒരു പുതിയ വോയിസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നമ്മൾ നേരെ സിറി ആൻഡ് സെർച്ചിൽ പോവുക. സിറി വോയിസിൽ അമേരിക്ക എന്ന് പറഞ്ഞ വെറൈറ്റിയിൽ മാത്രമാണ് വോയിസ് 5 നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. Hi, I'm Siri. Choose the voice you'd like me to use. ഈ ഗാംഭീര്യമുള്ള പെൺകുട്ടിയാണ് നമുക്ക് കിട്ടിയ പുതിയ വോയിസ്. പിന്നീട് നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു അപ്ഡേഷനാണ് നമുക്ക് വിജറ്റ്സിൽ ഒരു പുതിയ വിജറ്റും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അത് ഏതാണെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ കാർഡാണ് നമുക്ക് ഈ ഒരു വിജറ്റിൽ പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ആപ്പിൾ കാർഡ് ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അത് അവൈലബിൾ അല്ല, പക്ഷേ പുറത്തുള്ള എല്ലാ കൂട്ടുകാർക്കും ആപ്പിൾ കാർഡിൻ്റെ വിജറ്റ് നമുക്കിപ്പോൾ ഇനി തൊട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്ത വന്ന അപ്ഡേറ്റ് നമ്മുടെ ന്യൂസിലാണ്. നമ്മുടെ ആപ്പിളിൻ്റെ ന്യൂസിൽ കുറച്ചും കൂടെ റീഅറേഞ്ച്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുമാത്രമല്ല ആ ഒരു ബോക്സ് ഡിസൈൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഇവിടെ 3 ഡോട്ട്സിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സജഷൻസും കാര്യങ്ങളും സേവ് സ്റ്റോറീസും അങ്ങനെ കുറേ ഓപ്ഷൻസും വരുന്നുണ്ട്. പിന്നെ ഈ താഴത്തും പുതിയ കുറേ ഫീച്ചേഴ്സും നമുക്ക് വന്നിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന അപ്ഡേഷൻ നമ്മുടെ പോഡ്കാസ്റ്റ് ആപ്പിലാണ്. നമ്മൾ എത്ര പേര് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട് എന്നെനിക്കറിയില്ല. എന്നാൽ കൂടെ നമ്മുടെ പോഡ്കാസ്റ്റ് ആപ്പിൽ നമുക്കൊരു നല്ലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ സ്വന്തമായിട്ടുള്ള ആപ്പിൾ പോഡ്കാസ്റ്റിംഗ് ചാനൽ ഞാൻ നമ്മുടെ ലിങ്കിൽ കൊടുത്തേക്കാം. അവിടെ കയറി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഓഡിയോ രൂപത്തിലും നമ്മുടെ എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു അപ്ഡേഷൻ ലൈബ്രറിയിൽ പോവുക. ഇതാണ് നമ്മുടെ സ്വന്തം പ്ലേ കാസ്റ്റ്, ഇതാണ് നമ്മുടെ സ്വന്തം പോഡ്കാസ്റ്റ്. നമ്മളവിടെ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ എപ്പിസോഡ്സ് ഇപ്പോൾ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അടുത്ത ചേഞ്ച് നമ്മുടെ പാസ്വേഡ് ആൻഡ് ക്ലൗഡിലാണ്. നമുക്കിപ്പോൾ ഒരു പാസ്വേഡ് സേവ് ചെയ്യുമ്പോൾ ആ പാസ്വേഡിൻ്റെ യൂസർ നെയിമും പാസ്വേഡും മാത്രമായിരുന്നു നമുക്ക് നേരത്തെ സേവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പാസ്വേഡും യൂസർ നെയിമും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പുതിയ നോട്ട്സും ആഡ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കാരണത്തിൽ നമ്മൾ പാസ്വേഡിൻ്റെ കൂടെ നോട്ട്സ് ആഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള എളുപ്പത്തിനായിരിക്കും. അടുത്ത അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. കാരണം എയർടാഗ് ഉപയോഗിച്ച് കുറേ പേര് സ്റ്റോക്കിംഗ് ചെയ്യുന്ന കാര്യം നമ്മൾ അറിഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ലീഗൽ ഇഷ്യൂ ആയപ്പോൾ ആപ്പിൾ എയർടാഗിന് ഒരു പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കൊടുത്തിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രൈവസി അപ്ഡേഷൻ കൊടുത്തിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എയർടാഗിന് ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. ഇതിൽ പറയുന്നത് നിങ്ങൾ വേറൊരാളുടെ സമ്മതമില്ലാതെ അവരെ സ്റ്റോക്കിംഗ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് ആണ് പല കൺട്രിയിലും എന്നാണ് ഈ പറയുന്ന പോപ്പപ്പ് മെസ്സേജിൽ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ എയർടാഗ് നമ്മുടെ അല്ലാതെ വേറൊരു വ്യക്തിയുടെ എയർടാഗ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വേറൊരാൾ നമ്മൾ സ്റ്റോക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസിൽ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും, അൺനോൺ ആക്സസറി ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞാൽ. അതായത് വേറൊരാളെ നമുക്ക് സ്റ്റോക്കിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാളെ നമ്മൾ സ്റ്റോക്കിംഗ് ചെയ്യാനോ ഒക്കെയാണ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എയർടാഗ് വെച്ച്, അതായത് ട്രാക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു അപ്ഡേഷനിലാണ് അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് ചെല്ലുക, താഴത്തേക്ക് പോവുക. താഴത്തേക്ക് പോയി കഴിയുമ്പോൾ ട്രാക്കിംഗ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ ലോഗോയും മാറിയിട്ടുണ്ട്. ഇത് നമ്മളെ സഹായിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ അൺനോൺ ആക്സസറി ഡിറ്റക്ട് ചെയ്യുമ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ സെറ്റപ്പാണ് ഈ വന്നിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഹെൽത്ത് ആപ്പിൽ നമുക്ക് ഇനി മുതൽ നമ്മുടെ വെർച്വലായിട്ടുള്ള കോവിഡിൻ്റെ വാക്സിനേഷൻ കാർഡ് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ചില കൺട്രികൾക്ക് മാത്രമാണ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ മ്യൂസിക്കിലാണ്. നമ്മളിപ്പോൾ ഒരു മ്യൂസിക് എടുക്കുക, ആ മ്യൂസിക് നമുക്ക് ഷെയർ പ്ലേ ചെയ്യാൻ പറ്റും. ഷെയർ സോങ് അല്ല, ഷെയർ പ്ലേ. നമ്മുടെ വീഡിയോ കോളൊക്കെ ഷെയർ പ്ലേ ചെയ്യുന്ന പോലെ നമുക്ക് ഇനി തൊട്ട് ഈ ആപ്പിൾ മ്യൂസിക്കും ഷെയർ പ്ലേ ചെയ്യാൻ പറ്റും. ആപ്പിൾ മ്യൂസിക് മാത്രമല്ല, നമ്മുടെ സ്പോട്ടിഫൈയിലും നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഷെയർ പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പോട്ടിഫൈയിലും നമ്മുടെ സ്വന്തം പോഡ്കാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ എങ്ങനെ ഷെയർ ചെയ്യുവാണെങ്കിൽ ഈ 3 ഡോട്ട്സ് ടാപ്പ് ചെയ്യുക, നേരെ താഴത്തേക്ക് പോവുക, ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ടാപ്പ് ചെയ്യുക. ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ടാപ്പ് ചെയ്തിട്ട് ഇവിടെ മോർ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഷെയർ പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇത് സ്പോട്ടിഫൈ, അതായത് പാർട്ടി ആപ്ലിക്കേഷൻസും നമുക്കിപ്പോൾ സപ്പോർട്ട് ചെയ്യും. പിന്നീട് ബഗ് ഫിക്സിൻ്റെ കാര്യം പറയുമ്പോൾ ആപ്പിൾ ഐക്ലൗഡിലേക്ക് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ സിങ്ക് ചെയ്യാൻ നേരം ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീക്ക് സ്ക്രീൻ, നമ്മുടെ ആ ഒരു ആക്സസിബിലിറ്റിയിലും ചെറിയതായിട്ടുള്ള അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്ഡേഷൻ മീൻസ് ബഗ് ഫിക്സ് വന്നിട്ടുണ്ട്. ബഗ് ഫിക്സിനെക്കാട്ടും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ബഗ്സ് ആണ്. ബഗ്സ് റിസോൾവ് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോഴും ആപ്പിൾ മ്യൂസിക്കിൻ്റെ ആ ഒരു ഇഷ്യൂ. കാരണം നമ്മുടെ ഡിവൈസിൻ്റെ GPU കൂടുതൽ വലിക്കുന്ന ആ ഒരു ഇഷ്യൂ ഇപ്പോഴും അവർ സോൾവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മ്യൂസിക് കേൾക്കുവാണെങ്കിൽ നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാനും ഹീറ്റ് ആവാനുള്ള ടെൻഡൻസിയും കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ആപ്പിൾ ഇപ്പോഴും പിങ്ക് സ്ക്രീനെ പറ്റി ഒരു കറക്റ്റ് ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ടില്ല. അടുത്ത ബഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോറേജ് ബഗ്ഗാണ്. അതിപ്പോഴും നിലവിലുണ്ട്. എനിക്ക് പല സമയത്തും നല്ല രീതിക്കുള്ള സിസ്റ്റം ഡാറ്റയും iOS ഡാറ്റയൊക്കെ വരാറുണ്ട്. ഏകദേശം ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സിസ്റ്റം ഡാറ്റ 12 GB 6.3 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ നേരെ കുറഞ്ഞിട്ടുണ്ടാകും. അതിപ്പോൾ തന്നെ നമുക്ക് നോക്കാം. അതേപോലെ സിസ്റ്റം ഡാറ്റ പലർക്കും പലതാണ്. ചിലർക്ക് 0 KB ക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 12.63 മാറി 12.23 ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു ഡിവൈസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻസ് അല്ല, കുറച്ച് ഫോട്ടോസും പിന്നെ iOSൻ്റെ കാര്യങ്ങളാണ്. പക്ഷേ സിസ്റ്റം ഡാറ്റ മാത്രം നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം വല്ലാണ്ട് നമ്മുടെ സിസ്റ്റം ഡാറ്റയും iOS ഡാറ്റയും വലിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നം പല വ്യക്തികൾക്കും അനുഭവപ്പെടുന്നുമുണ്ട്. പിന്നീട് ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം നമ്മളൊരു 3 ദിവസമൊക്കെ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്താലാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോഴും എൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 83 തന്നെയാണ്. അത് കുറഞ്ഞിട്ടോ കൂടിയിട്ടോ ഒന്നുമില്ല.
പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ സ്മൂത്തായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗീക്ക് ബെഞ്ച് സ്കോറും ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചുതരാം. ഗീക്ക് ബെഞ്ച് സ്കോർ എന്ന് പറയുമ്പോൾ സിംഗിൾ സ്കോറിൽ നമുക്ക് വരുന്നത് 732 മൾട്ടി കോറിൽ നമുക്ക് വരുന്നത് 1400. അതുകൊണ്ട് തന്നെ കുറച്ച് സ്മൂത്ത്നെസ് എനിക്ക് ഈ ഒരു RC റിലീസിൽ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പാട്ടുകൾ വെക്കുമ്പോൾ ചെറുതായിട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചെറിയൊരു വാംത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു വാംത്ത് നമുക്ക് ഫീൽ ചെയ്യാം. അത് നോർമലായിരിക്കും, പക്ഷേ എക്സസീവായ ചൂടുണ്ടെങ്കിൽ നമ്മളത് എന്തായാലും കാണിക്കുക. പിന്നെ നമുക്ക് എന്നാണ് iOS 15.4ൻ്റെ ഒഫീഷ്യൽ റിലീസ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നമ്മുടെ ആപ്പിളിൻ്റെ ന്യൂസിൽ അവർ പറയുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് തന്നെ iPadOS 15.4ഉം macOS 12.3ഉം എനേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ റിലീസ് ആയിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കരുതിയത് ഈ ആഴ്ച അവസാനം 14 റിലീസ് ആവുന്നതാണ്. നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ 14 അല്ലെങ്കിൽ 15 തീയതി, അതായത് അടുത്ത ചൊവ്വാഴ്ചക്കുള്ളിൽ നമുക്ക് ആ ഒരു അപ്ഡേഷൻ കിട്ടുമെന്നാണ് ആപ്പിളിലെ ന്യൂസ് റൂമിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് iOS 15.4ൻ്റെ RC വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഒരു സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ട് നമ്മുടെ ലൈവ് നമുക്ക് എൻഡ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പക്ഷെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ലൈവായിട്ട് തന്നെ നമ്മൾ ആപ്പിൾ ഇവൻറ്റിൽ എല്ലാ അപ്ഡേഷൻസും നമ്മൾ ടെലിഗ്രാം അപ്ഡേഷനിലും നമ്മൾ കൊടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ എല്ലാവരും ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ വിളിക്കുകയാണ്. എന്തായാലും ജോയിൻ ചെയ്യുക. ലീക്സും റൂമേഴ്സും ന്യൂസും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ ചോദിക്കാൻ പറ്റും. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ മെമ്പറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നോട് എന്തെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram. അപ്പോൾ thank you so much for watching this whole video. This is Abin Xavier signing from everything you want to know about Apple.